ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ധാവണിക്ക് ഒരു ഹാൻഡ് വർക്ക് സിമ്പിളായിട്ട് ഫ്രണ്ട് നെക്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഇതേപോലെ ആൻറ്റിക്കിൻ്റെ ½ ബീഡും പിന്നെ ഷുഗർ ബീഡ്സും ആണ് എടുത്തേക്കുന്നത്. സൂചിയിലാണ് കേട്ടോ ഇന്ന് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യാൻ പോകുന്നത്. തീരെ സമയമില്ലാത്ത സമയത്താണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സൂചി ഇതേപോലെ നമ്മൾ ½ ബീഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ആ ഷുഗർ ബീഡ്സ് ഇതേപോലെ കോർത്തിട്ട് റൗണ്ടിന് ഇതേപോലെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ്. പിന്നെ ആ റൗണ്ടിന് ചുറ്റും നമുക്ക് നൂല് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. റൗണ്ടിന് ചുറ്റും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഒരു ½ ഇഞ്ച് ഗ്യാപ്പിലാണ് കേട്ടോ ഞാൻ ഇതേപോലെ ഫ്ലവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ ആൻറ്റിക്കിൻ്റെ ബീഡ് ½ ബീഡ് ഒരു 2 സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഷുഗർ ബീഡ്സ് കോർത്ത് കൊടുത്തിട്ട് റൗണ്ടാക്കി അതിന് ചുറ്റും സ്റ്റിച്ച് ഇട്ട് എടുക്കുവാണ് കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും ഒരു ചെറിയ വർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആരി വർക്ക് ചെയ്യാനായിട്ട് ഒരു മാർഗവും ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കാമെന്ന്. ആരി വർക്ക് പഠിച്ചേ പിന്നെ ഇങ്ങനെ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടേ ഇല്ല. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു നിവർത്തിയില്ലാഞ്ഞിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഒരുപാട് ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ് കേട്ടോ. ഇത് ഈ ബ്ലൗസിന് ഇപ്പോൾ 5.5 ഇഞ്ച് ഇറക്കം കാണും നെക്ക്. അപ്പോൾ ഈ ഒരു വർക്ക് ഞാൻ ഫുൾ നെക്ക് ചെയ്തെടുത്തപ്പോഴത്തേനും ഏകദേശം 1 മണിക്കൂർ എടുത്തു കേട്ടോ. പക്ഷെ ആരി വർക്കാണെങ്കിൽ ഇതിനേക്കാളും സ്പീഡിൽ നമുക്ക് ടൈം ഒന്നുകൂടെ ലാഭിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റുമായിരുന്നേ. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 1/2 ഇഞ്ച് ഗ്യാപ്പ് തന്നെ ആയിരിക്കണം എല്ലാ ഫ്ലവറിനും വേണ്ടത്. അല്ലെങ്കിൽ മഹാ ബോറായി പോകും കേട്ടോ. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് വേസ്റ്റായി പോകും. അപ്പോൾ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ മുത്ത് ലൂസ് ആവാൻ പാടില്ല. നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ട് എടുക്കുമ്പോഴത്തേനും എങ്ങനെയൊക്കെ നോക്കിയാലും മുത്ത് ലൂസായി പോകും. നമ്മുടെ നൂല് വലിഞ്ഞ് ലൂസായി പോകും. പിന്നെ നമ്മുടെ ഹാൻഡ് വർക്ക് ഒരു വാഷൊക്കെ കഴിയുമ്പോഴത്തേനും തൂങ്ങി കിടക്കുന്ന രീതി വരും. പിന്നെ അത് മഹാവൃത്തികേടാണ് കേട്ടോ. അതുകൊണ്ട് ലൂസ് ആവാതിരിക്കാനാണ് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് മുത്തിന് ചുറ്റും സ്റ്റിച്ച് കൊടുക്കാൻ പറയുന്നത്. മുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ലോക്ക് ഇട്ട് എടുക്കുമ്പോഴത്തേനും ഇതേപോലെ നല്ല 5-6 ലോക്ക് ഇടുക. പിന്നെ ചെയ്യുന്നൊരു കാര്യം ഞാൻ അടുത്ത ലോക്കിൽ കാണിച്ചു തരാവേ. സൂചി കൈ എക്സ്പീരിയൻസ് ഇപ്പോൾ കുറവായതുകൊണ്ട് കയ്യിൽ സൂചി കൊത്ത് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. കൊത്ത് കയറുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊരു നല്ല ഡിസൈനാണ് കേട്ടോ. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ്. ജസ്റ്റ് ഒന്ന് ഇരുന്ന് മെനക്കെട്ടാൽ മതി. നമുക്ക് വർക്കൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ ഇച്ചിരി ക്ഷമ വേണം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. നമ്മൾ വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ എന്ന് പറഞ്ഞ് തീരില്ല. നമ്മൾ ക്ഷമയോടെ സാവധാനം ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ ഹാൻഡ് വർക്ക് ക്ലീൻ ആവുള്ളൂ. പിന്നെ ലോക്ക് ഇടുമ്പോൾ ചെയ്യാനുള്ള കാര്യം ഇതേപോലെ 2-3 ലോക്ക് ഇട്ടെടുത്തിട്ട് ആ നൂലിനെ ഇതേപോലെ 2 ആക്കിയിട്ട് ഒരു 2-3 കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അത് ലൂസ് ആവാനൊന്നും ചാൻസസ് ഇല്ല. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു 2 ലോക്ക് ഇട്ടിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ അത് ഇരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുത്തെല്ലാം ഇരിഞ്ഞു പോകും. നമ്മൾ ഇത്രയും മെനക്കെടുന്നത് വെറുതെ ആയിപ്പോവും. ആദ്യം ഞാൻ വിചാരിച്ചു ഇത് എന്താ പറയുക ഹാഫ് നെക്കിൽ മാത്രം ചെയ്യാമെന്ന്. പിന്നെ വിചാരിച്ചു നമുക്ക് ഹാഫ് നെക്കിൽ ഇത് ഓൾറെഡി പ്രിൻസസ് കട്ടാണ്. നമുക്ക് സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും കൂടെ സ്കേർട്ടും ടോപ്പായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ഹാഫ് നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്താൽ അത് വൃത്തികേടാവും. ഫുൾ നെക്കിൽ അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തത് കേട്ടോ.
ബിഗ്നേഴ്സിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് വർക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നെക്കൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും ഈ ഹാൻഡ് വർക്ക്. ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിലും സ്ലീവിലും ഒക്കെ കൊടുക്കാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ ആദ്യം ആയിട്ട് ഹാൻഡ് വർക്കൊക്കെ ചെയ്യാൻ പോകുന്നവർ ഇതൊന്ന് ചെയ്ത് നോക്കുക, സൂപ്പറായിരിക്കും. പിന്നെ നമുക്ക് കുർത്തിയുടെ ആയാലും സ്ലീവ്സിലൊക്കെ ആയാലും ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഹാൻഡ് വർക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.